ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇതാ രാവിലത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒന്നും ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മുറ്റടിച്ച് വരാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് കുറച്ച് നേരം വൈകിട്ടാട്ടോ എണീറ്റത്. 6:40 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം നേരം വൈകിട്ടുണ്ട്. ഞാൻ ശരിക്കും 5:30 ആകുമ്പോൾ എണീക്കണതാണ്. അങ്ങനെ എണീറ്റാൽ പതുക്കെ അങ്ങനെ ഓരോന്നും ചെയ്യാമല്ലോ വിചാരിച്ച് നേരത്തെ എണീക്കണതാണ്. കാരണം രാവിലെയാണ് തുണികളൊക്കെ അലക്കണത് കേട്ടോ. അപ്പോൾ എന്തിനു പറയണേ, നേരം വെളുക്കാൻ സമയമാകുമ്പോഴാണല്ലോ നമുക്കൊന്ന് ശരിക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുക. നല്ല എന്താ പറയുക, രാത്രി കിടക്കുന്ന സമയത്തൊക്കെ നല്ല ചൂടാണല്ലോ. അപ്പം നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെയാണ് കേട്ടോ ഈ കാണിക്കണത്. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെറിയൊരു ധാരണയാണ്, ഏതോ ഒരു പട്ടിക്കാട്ടിലാണ് ഞങ്ങൾ പോയി കിടക്കണേ എന്നുള്ളൊക്കെ ഒരു ധാരണ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ധാരണ മാറ്റാൻ വേണ്ടിയിട്ടും കൂടിയാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. എല്ലാവരുടെയും നല്ല ചില ആളുകൾ എവിടേക്കോ ആളും മനുഷ്യനില്ലാത്തടത്തൊക്കെയാണ് പോയി താമസിക്കണേ എന്നുള്ള ഒരു ചെറുതായിട്ടൊരു സംസാരമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായി. അപ്പം നമ്മുടെ വീടിൻ്റെ പുറകിലും സൈഡിലും ഫ്രണ്ടിലൊക്കെ ഇഷ്ടം പോലെ വീടുകൾ തന്നെയാണ്. ഇവിടെ നല്ല മനുഷ്യർ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇതാ അവിടെയാണ് അലക്കണ കല്ലൊക്കെ. അപ്പോൾ ഇതാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റടിച്ചോരെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് ഇതാ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് തിളച്ചിട്ട് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യൽ കേട്ടോ. റേഷൻ അരി തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോറ് വെന്തിട്ടുമല്ലോ. ഒരുപാട് സമയം ഗ്യാസിൽ തീ കത്തിക്കാൻ വേണ്ട. അരിയിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതിയല്ലോ. പിന്നെ ഉണ്ടാക്കണത് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെ പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ വേറെ എന്താണ്, മീൻ തലേ ദിവസം വാങ്ങിച്ച മീനുണ്ട്. ഞങ്ങളിവിടെ വന്നിട്ട് അങ്ങനെ വല്ലാതെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഒറ്റ പ്രാവശ്യമാണ് വാങ്ങിച്ചത്. പക്ഷെ അതുപോലെ അങ്ങനെ 2 ദിവസമായിട്ട് അങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വറുത്തത് തന്നെയായിരുന്നു. പക്ഷെ ആർക്കും വല്ലാതെ പച്ചമീനോട് ആർക്കും വലിയൊരു താല്പര്യമില്ല. പിന്നെ അവർക്ക് ചിക്കനാണെങ്കിലും ഇഷ്ടം. പക്ഷെ ഇങ്ങോട്ട് വന്നിട്ട് ചിക്കനൊന്നും ഇതുവരെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നബീസ് താത്ത ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് കുറച്ച് ചോറും അതുപോലെ തന്നെ ചിക്കനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിന് 2 ദിവസം മക്കൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ 2 ദിവസം അങ്ങനെ മീനും അങ്ങനെ ഒന്നും വാങ്ങാതെ പോയി. അപ്പോൾ ഇതാ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ ഒന്ന് അരിച്ചെടുക്കാനായിട്ട് ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ചപ്പാത്തി മതിയല്ലോ, ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചപ്പാത്തി ഞാൻ നമുക്ക് പരത്തണ ഒരു ഇതുണ്ടല്ലോ കുഴൽ പോലെ, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പരത്തണ എന്താ അതിന് പറയുക, പലക, അത് വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഈ ടൈലിൻ്റെ പുറത്ത് നന്നായിട്ട് അതുകൊണ്ട് വൃത്തിയായി കഴിഞ്ഞാൽ ഇവിടെ ഇട്ടിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാമല്ലോ. ഞങ്ങൾ വീട്ടിൽ മുമ്പ് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തിക്ക് മാവ് പരത്തണ ഭാഗം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഇവിടെയാണ് ഞങ്ങൾ പരത്തിയെടുക്കുക കേട്ടോ. ഇതാണ് എനിക്കൊരു എന്താ പറയുക ഇഷ്ടം, ഇങ്ങനെ ചെയ്യണതാണ്. ചപ്പാത്തിയുടെ പലയിൽ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ എന്തോ ഒരു സ്പേസൊക്കെ കുറവുള്ള പോലെ തോന്നും, ഒരു സുഖം കിട്ടാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തെണ്ണ നന്നായിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്ത് തുടച്ചെടുത്താൽ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാമല്ലോ. അപ്പോൾ ചപ്പാത്തി എന്തായാലും ഒരുപാടൊന്നുമില്ല, കുറച്ച് തന്നെ മതി. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക 2-3 ഒക്കെ എടുക്കാൻ കണക്കിന് തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാനവിടെ ചട്ടിയൊക്കെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചപ്പാത്തി വരുമെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കണ്ടു പോകുമ്പോൾ തന്നെ എല്ലാവരും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസം കൊണ്ട് നമ്മൾ എനിക്ക് 8-10 ദിവസമൊക്കെ വീഡിയോസ് വിടാതിരുന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാനോർത്ത് ഇനിയിപ്പോൾ വീഡിയോ വിടുമ്പോൾ ആരും കാണുന്നുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ എന്നാലും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും നമ്മുടെ അടുക്കള വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ ചോറൊക്കെ ആയിട്ടുണ്ട്, ചപ്പാത്തി ആയിട്ടുണ്ട്, പിന്നെ പരിപ്പും തക്കാളിയൊക്കെ ഇട്ട് കറി വെച്ചിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാണ്ട് വെറുതെ മല്ലിമുളകൊക്കെ ചേർത്തൊരു കറി കേട്ടോ. എന്നിട്ട് ചെറിയുള്ളിലേക്ക് ഇട്ട് വറവിടുക. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമാണ്. പിന്നെ മീനുണ്ട്, കുറച്ച് കഞ്ഞിവെള്ളം കപ്പിലിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, ചായ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. കരിങ്ങാലി വെള്ളം കഴിഞ്ഞപ്പോൾ അതും അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റാക്കി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു, പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു.
അടുക്കളയിൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി അലക്കാൻ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അലക്കിയിട്ടു. ഒന്ന് രണ്ടെണ്ണം അവിടെ ഒരു അലക്കണതിൽ തന്നെ കിടക്കണുണ്ട് കേട്ടോ. അതിന് പിന്നെ നാളെ അലക്കണേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വൈകുന്നേരം വന്നിട്ടുള്ള വിശേഷമാണ് കേട്ടോ. ഓഫീസിൽ നിന്ന് വന്ന് പാടി ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പച്ചച്ചക്കയാണ്. അപ്പോൾ അതൊക്കെ നന്നാക്കി ഒരു കഷ്ണം ആ താത്ത എടുത്തു, ഞാനും എടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഇതവിടെ വെച്ചിട്ടുണ്ട്. ഇതവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് അങ്ങനെ വെറുതിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ അരിയണം. നാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അരിഞ്ഞിട്ട് ഞാൻ താത്താൻ്റെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾക്ക് രാവിലെ നാളെ ഒരു പുഴുക്കല്ല, ഒരു എരിശ്ശേരി പോലെ ഉണ്ടാക്കില്ല, കുറച്ച് കറിയായിട്ട് അങ്ങനെ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എന്താ പറയുക, ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് കണ്ടു പോകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ. ഹലോ ഗൈസ്, ഞാൻ വാങ്ങിയ കത്തി കണ്ടോ ഗൈസ്? ഇതാണ് കത്തി കേട്ടോ. ഇങ്ങനത്തെ കത്തി വാങ്ങി. ഇങ്ങനെ ആരെങ്കിലും കത്തി വന്നോ? പക്ഷേ ഈ കത്തി എന്താണെന്നറിയോ, പിന്നെ ചക്കല്ല ഇങ്ങനെ പറഞ്ഞൊക്കെ വെട്ടാൻ ബുദ്ധിമുട്ടാക്കുന്നു. പിന്നെ ഞാനൊരു പാര വാങ്ങി. പിന്നെന്താ വാങ്ങിയത്? ശര. ഞാൻ ചക്ക പകുതി സുലുത്താത്താക്ക് കൊടുത്തു, പകുതി ഞാനിങ്ങനെ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങയും പൊളിച്ച് വെച്ചു. രാവിലത്തേക്കാണെല്ലാം. കുളി കഴിഞ്ഞ് വന്നിട്ട് അരിയണുള്ളൂ കേട്ടോ. പിന്നെ ഞാനൊരു പാര വാങ്ങി. പിന്നെ ഇതാ ഒരു ചിരവ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണക്കമീനാണ്. ഉണക്കമീൻ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു, അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇപ്പോഴത്തേക്ക് മീനൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോഴത്തേക്ക് ആവശ്യമില്ല. പക്ഷേ ഞാൻ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ച. രാവിലെ പിന്നെ അത് വറക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഓഫീസിൽ നിന്ന് പോന്നപ്പോൾ ഒരു മണി പ്ലാന്റിൻ്റെ ചെറിയൊരു കഷ്ണം അവിടെ നിന്ന് അൻവർക്കാനോട് ചോദിച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് വന്നാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് വയ്ക്കാൻ ബോട്ടിലില്ല, അപ്പോൾ ഞാൻ ഗ്ലാസ്സിൽ ഇട്ട് വെച്ചതാണ്. പിന്നെ പാത്രം കഴുകാൻ കുറച്ചുണ്ട്, ആ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വേണം എന്താ പറയുക കുളിക്കാൻ പോകാൻ. കുളി കഴിഞ്ഞ് വന്നിട്ട് ചക്ക അരിഞ്ഞിരിക്കണം. അതുപോലെ മീനിൽ മസാലയും കൂടി തേച്ച് വെക്കട്ടെ കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് വറക്കണുള്ളൂ. മസാലയൊക്കെ തേച്ച് വെച്ചാൽ പിന്നെ അതങ്ങനെ കയ്യിലാക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിന് വറുത്തെടുത്താൽ മാത്രം മതി. എന്നെന്താണെന്നറിയില്ല, രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ച കറി കേട് വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ രാവിലെ ഉണ്ടാക്കിയിരിക്കണ കറിയൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു കേടില്ലാതിരിക്കണം. ഇത് നല്ല ചൂടൊക്കെ ആയിട്ടാവും വേണമെങ്കിൽ. കറി ഒന്ന് കേടായിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിലൊക്കെ ഞാൻ സാധാരണ മക്കളോട് പറയും നിങ്ങൾ കൂട്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആകുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, അപ്പം നല്ല ചൂടൊക്കെ ആയിട്ടാണ് തോന്നുന്നു. കറി കേടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മീനിൽ മസാലയും കൂടെ തേച്ച് വെച്ചിട്ട് പാത്രവും കഴുകിയിട്ട് കുളിക്കാൻ വേണ്ടി നിൽക്കും. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് മീനൊന്ന് വറുത്ത് വെക്കണം. ചക്ക അരിഞ്ഞ് റെഡിയാക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അല്ലേ രാവിലെ ചെയ്യാൻ വെക്കണ്ടല്ലോ. മസാലയൊക്കെ തേച്ച് കണ്ടോ ഇങ്ങനെ വെക്കുകയാണ്. കുളി കഴിഞ്ഞ് വന്നിട്ട് വറക്കുന്നത് കേട്ടോ. അപ്പോൾ അതിരിക്കട്ടെ. രാവിലെ കാടി പശുവിൻ്റെ കാടിപ്പാത്രം ഉണ്ട് കേട്ടോ അവിടെ. എവിടെ ഉള്ളവരെനിക്കറിയില്ല, ഞാനവരിതുവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ രാവിലെ പോവുമല്ലോ. രാവിലെ ഞാൻ ആ പാത്രത്തിൽ ഒഴിച്ച് വെക്കണതൊക്കെ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് എടുക്കുന്നുണ്ട്. കുട്ടികൾ കണ്ടു താഴെ എവിടെയുള്ള ഒരു ചേച്ചിയാണ് തോന്നുന്നു കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കഴിഞ്ഞിട്ട് കുളിച്ചാൽ പിന്നെ ഞാൻ വൈകുന്നേരത്താണ് തുടച്ചിടുന്നത്. രാവിലെ തുടയ്ക്കാൻ നിൽക്കും, രാവിലെ അലക്കാൻ നിൽക്കും, വൈകുന്നേരത്ത് തുടക്കുകയും ചെയ്യും. എന്തായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷം വീഡിയോസ് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ച ആരും കാണാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കഴിഞ്ഞ പുതിയ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വരട്ടെ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ വന്നിട്ട് പറയാം. കുളി കഴിഞ്ഞിറങ്ങി കേട്ടോ. സമാധാനം. ഇനിയിപ്പോൾ എന്താ വിശക്കണുണ്ട്, എന്തെങ്കിലും കഴിക്കണോ, കഴിച്ചിട്ട് ചക്ക അരിയണോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ചക്ക അരിഞ്ഞിട്ട് രാവിലത്തേക്കല്ലേ, ചിലപ്പോൾ നമ്മൾ ഇവിടെ വെച്ചാൽ ചിലപ്പോൾ അത്
പൊളിച്ചു പോയി അപ്പുറത്തെ വീട്ടിൽ താത്താന് ഫ്രിഡ്ജിൽ വെക്കാൻ കൊടുക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ വിശക്കുണ്ട് കുളി കഴിഞ്ഞപ്പോൾ. അലക്കിയിട്ടില്ല കേട്ടോ, അലക്കാനുള്ളതാ എല്ലാത്തിലും ഇട്ട് വെച്ചിട്ടുണ്ട്. അലക്കലൊക്കെ രാവിലെ അലക്കൽ. പിന്നെ അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാനും എന്താണ് അവിടെ താഴെ കിടക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും കഴിക്കട്ടെ, കഴിച്ചിട്ടുള്ളൂ. ചക്കരിയാൻ വേണ്ടി നിൽക്കണേ. മീൻ വറക്കാനുണ്ട്, അത് നാളത്തേക്കുള്ള കേട്ടോ. ഇന്നത്തേക്കുള്ള മീനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. മീൻ വറക്കട്ടെ. ചിലപ്പോൾ എന്താ പറയുക, പച്ചമീനേക്കാൾ നല്ല ഉണക്കമീനല്ലേ. മീൻ വറുത്തിട്ട് ആ മീൻ വറുത്തപ്പോൾ കൂടി ചോറ്. ഇതിലൂടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഞാൻ വറുത്തെടുക്കാം കേട്ടോ. അറിഞ്ഞോ കറണ്ട് പോയി. പിന്നെ ഞാൻ ഈ കറണ്ട് പോകുമ്പോൾ കത്തുന്ന ഒരു ലൈറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ടോർച്ചാണ് കണ്ടോ, ഇത് കുഞ്ഞി ടോർച്ചാണ്, ബാറ്ററി ടോർച്ചാണ് കേട്ടോ, ബാറ്ററിൻ്റെ ടോർച്ചാണ്. കറണ്ട് വേണം. ഇത് കണ്ടോ, ഒരു കുഞ്ഞി ടോർച്ചാണിത്. മീൻ വറക്കട്ടെ. പ്രാവശ്യം എന്താ പറയുക, വൈഫൈ വെച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫോണും കൂടെ വെച്ചിട്ടോ. കാരണം കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ടേ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. വൈഫൈ അവിടുത്തെ നമ്മൾ മാറ്റിയിട്ട്, അവിടെ വൈഫൈ ഉണ്ടായിരുന്നു മാറ്റി. പിന്നെ അതാ ഒരു കുഞ്ഞ് പിന്നെ ഫാനും വാങ്ങിയിട്ടോ. അതാകുമ്പോൾ അങ്ങോട്ടും കൂടെ കൊണ്ടു നടക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഹാളിലൊക്കെ കുട്ടികളിരിക്കുമ്പോൾ അവർക്ക് അവിടേക്ക് കൊണ്ടു നടക്കാമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞ് ഫാനും വാങ്ങിയിട്ടുണ്ട്. അതന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇരിക്കാനൊന്നും, ആ ചെയറൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്. നമ്മൾ ചെയറൊന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല ഇരിക്കാൻ. ഞാനേ രാവിലത്തെ ഞാൻ പറഞ്ഞല്ലേ കറി കേടായി പോയിന്ന്. അപ്പോൾ ഉണക്കമീൻ വറുത്തിട്ടുണ്ടല്ലോ, പിന്നെ രാവിലത്തെ കുറച്ച് മീനിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു തക്കാളി വെച്ചിട്ട് തക്കാളിക്കറി ഉണ്ടാക്കുക. തക്കാളിക്കറി എന്ന് പറഞ്ഞാൽ തക്കാളി താളിപ്പ്. കഞ്ഞിവെള്ളം ഉണ്ട് രാവിലെ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചത്. അപ്പോൾ നല്ല കേടാവാതിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒരു തക്കാളിയും വെച്ചിട്ട് തക്കാളി താളിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഉണക്കമീനൊക്കെ വറുത്തതിന് കൂടെ ഈ ഒരു താളിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണുള്ളത്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതാ തക്കാളിക്കറിയൊക്കെ റെഡിയായി. ഉണക്കമീൻ വറുത്തതും പച്ചമീൻ വറുത്തതും പിന്നെ മാങ്ങച്ചാറും ഉണ്ട് കേട്ടോ.
അപ്പോൾ അതാ ചൂടാറാൻ നിൽക്കണമെന്ന് സമയമില്ല, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോറുണ്ടിട്ട് കേട്ടോ. തലേന്ന് തോർത്തൊന്നും ഞാൻ ഊരി വെച്ചിട്ടില്ലേ, നല്ല വിശപ്പ്. ചോറുണ്ടിട്ട് വേണം നമുക്ക് ചക്ക അരിയാൻ കേട്ടോ. അപ്പോൾ ഞാൻ ചോറുണ്ടിട്ട് കേട്ടോ. സൂപ്പർ. പച്ചമീനേക്കാളും ടേസ്റ്റ് ഉണക്കമീനാട്ടോ. പിന്നെ ഇതൊന്നും അഴിച്ചില്ല കേട്ടോ ഞാൻ, ഭയങ്കര വിശപ്പ്. അപ്പോൾ ചോറുണ്ടെല്ലാം കഴിഞ്ഞു, പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇതാ വീണ്ടും ചക്കയായിട്ട് ഇരിക്കേണ്ട. ചക്ക അരിഞ്ഞ് ഇത് പാത്രത്തിലാക്കിയിട്ട് വേണം സുൽത്താത്താൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കാനേ. അപ്പോൾ അതും കൂടെ ഒന്ന് അരിയട്ടെ. എന്നിട്ടുള്ള ഇനി തലയിൽ തോർത്തൊക്കെ ഉണ്ട് അഴിച്ചിടണം. കാരണം മുടിയെങ്ങാനും ചാടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് അഴിച്ചിടാത്തത്. കിടക്കാൻ പോകുമ്പോഴേ ഞാൻ ടവലൊക്കെ ഒന്ന് അഴിച്ച് വെക്കണുള്ളൂ. ഇവിടെ ഈ വർക്കേരിയ ഭാഗത്തിരിക്കാൻ നല്ല സുഖം കേട്ടോ. കാരണം ഇവിടെ വർക്കേരിയൻ്റെ ഗ്രില്ലിൽ കൂടെ നല്ല കാറ്റ് കിട്ടും. അകത്തൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. ഈ ഭാഗത്ത് ഞാൻ അധികം ഇരിക്കൽ കേട്ടോ. എന്തെങ്കിലും അരിയാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കും. ഞാൻ ഫുഡ് കഴിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചക്കയില് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞു വന്നപ്പോൾ ഇത്രയുണ്ട്. അതിൻ്റെ കുരു ഞാനിവിടെ മാറ്റിയിട്ടതാണ് കേട്ടോ. ഇനി ഇത് പാത്രത്തിലാക്കിയിട്ട് അവിടെ കൊടുക്കണം. അപ്പോഴത്തേക്ക് സുൽത്താത്തൻ്റെ ഒരു ബോട്ടിൽ വെള്ളമായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം അവിടെ വാങ്ങി വെച്ചു. എന്ന് രാത്രി കുട്ടികളാണ് ചെന്നില്ലെങ്കിൽ താത്ത വെള്ളമായിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. രാത്രിയൊന്നുമില്ല, പകലൊക്കെ വെള്ളം അവരവിടെ പോയിട്ട് വാങ്ങും. വൈകുന്നേരത്തിന് താത്ത അവിടെ ഉണ്ടാകുമ്പോൾ താത്ത തന്നെ അവിടെ കൊടുത്തേക്കും. അപ്പോൾ ഞാൻ ചക്കയ്ക്ക് ഒരു അടപ്പുള്ള പാത്രത്തിൽ വെച്ചു. കിച്ചൻ മോളതും കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പുറത്തേക്ക്. ഇത് നമുക്ക് ഈ അടുക്കള ഭാഗത്ത് കൂടെ ഇറങ്ങാം കേട്ടോ. അവിടേക്ക് അവരെ വീട്ടിലേക്ക് അത്ര അടുത്താണ് അടുക്കള. വർക്കേരിയൻ്റെ അടുത്ത് തന്നെയാണ് അവർ വീടിരിക്കണത്. പക്ഷേ അതിലെന്താണെന്നറിയോ, അവിടെ പിന്നെ നിറയെ ചപ്പും ചമ്മലൊക്കെ ചാടി ഇലകൾ നല്ലോണം ഉണ്ട്. തേക്കിൻ്റെ ഇലയും അതേപോലെ പറങ്കിവായൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ സുൽത്താത്ത രാത്രി അതിൽ വരണ്ട കേട്ടോ എന്ന് പറയും. കാരണം വല്ല ജന്തുക്കളുണ്ടോയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവള് ഫ്രണ്ടിൽ കൂടെ എങ്ങനെ പോവുകയാണ് കേട്ടോ. റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. കയ്യിൽ ടോർച്ചൊക്കെ പിടിച്ചിട്ടാണ് പോണത്. ടോർച്ചിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ഗേറ്റ് ഇങ്ങനെ കഴിഞ്ഞാൽ അപ്പുറത്ത് ചെന്നാൽ അവരെ വീട് തന്നെയാണ്. പിന്നെ എല്ലാവരും രാത്രി പുറത്തു കൂടെയൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. മുറ്റത്തൊക്കെ ഇറങ്ങി എല്ലാവരും നിൽക്കുന്നുണ്ടാവും. അവർ പേടിക്കാനൊന്നുമുള്ള ഒരു ഏരിയ ഒന്നും അല്ല. നമ്മളവിടെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെയും. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ സ്ഥലത്ത് അത്ര വലിയ പരിചയമില്ലല്ലോ എന്ന് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല തൊട്ടടുത്ത് ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ ആ കിച്ചുമോൾ അവിടെ കൊണ്ടുവച്ചതാ അങ്ങോട്ട് വരുന്നുണ്ട്. ടോർച്ചിൻ്റെ ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞേ. വീടിൻ്റെയൊക്കെ ലൈറ്റിൻ്റെ റോട്ടിക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.